എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു ആൾ ഹീൽ ചെയ്യാനായിട്ട് നമ്മുടെ അടുത്ത് വന്നു. മഹാകാളി ഹീലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ ഇതെൻ്റെ ഒരു അഞ്ചാമത്തെ എക്സ്പീരിയൻസാണ്. അതായത് ഇവരുടെ വീട്ടിൽ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത്, രാത്രി സമയത്താണ് കൂടുതലും, ഒരു 12 മണി സമയത്ത് 2 മണി സമയത്തൊക്കെ വീടിൻ്റെ മുകളിൽ ശബ്ദങ്ങൾ, നടക്കുന്ന ശബ്ദങ്ങൾ, എന്തെങ്കിലും സാധനങ്ങൾ വലിച്ചെറിയുന്ന ശബ്ദങ്ങൾ, പെട്ടെന്ന് ഓടുന്നത് ചാടുന്നത് പോലത്തേക്കുള്ള സൗണ്ടുകൾ കേൾക്കും മുകളിൽ നിന്ന്. അത് മച്ചിൻ്റെ മുകളിൽ നിന്ന് ടെറസിൻ്റെ മുകളിൽ നിന്നൊക്കെ കേൾക്കും. അപ്പോൾ ഇവർ ആ സമയത്തൊക്കെ മുകളിൽ കയറി നോക്കുമ്പോൾ ഒന്നും കാണില്ല. പിന്നെ ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആളുകൾ സംസാരിക്കുന്ന സൗണ്ടുകൾ, അത്തരം കാര്യങ്ങളൊക്കെ കേൾക്കുന്നതായിട്ടുള്ള ഒരു അനുഭവം പറയണ്ടായി. രാത്രി ഒരു 2 മണിക്ക് 12 മണിക്ക് സമയത്തൊക്കെ ചിലപ്പോൾ ഭിത്തിയിൽ വന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും തട്ടുന്ന പോലെ, വാതിലിൽ ഒന്ന് അടിക്കുന്ന പോലെ ശബ്ദങ്ങൾ, തട്ടും, ഇങ്ങനെ നോക്ക് ചെയ്യണ പോലെ, ഷീറ്റിൻ്റെ മുകളിൽ, വീടിൻ്റെ ഷീറ്റ് ഇട്ടതിൻ്റെ മുകളിലൊക്കെ വന്നിട്ട് ഇങ്ങനെ തട്ടുന്ന ശബ്ദം. അപ്പോൾ അങ്ങനത്തെ കേസുകൾ എൻ്റെ അടുത്തൊരു ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. 4-5 എൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പോൾ അത് ഒരെണ്ണം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒരെണ്ണം ഇംഗ്ലണ്ടിൽ എൻ്റെ അങ്ങനത്തെ കേസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഹീലിങ്ങിന് വേണ്ടി വന്ന ആൾക്കാരാണ്. അപ്പോൾ അതുപോലെ നമ്മൾ ഹീൽ ചെയ്ത് കൊടുത്തു, അവരുടെ പ്രശ്നങ്ങൾ ഓരോന്ന് സോൾവ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ലാസ്റ്റ് ഇവരുടെ പ്രശ്നങ്ങൾ, അതായത് ഹീൽ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർക്ക് പിന്നെ വീണ്ടും ചില ബുദ്ധിമുട്ടുകളുണ്ടായി. അപ്പോൾ ഞാനങ്ങനെ വീണ്ടും പരിശോധിച്ചപ്പോഴാണ്, രാത്രി സമയത്താണ് പ്രശ്നം എന്നൊരു പറഞ്ഞപ്പോഴാണ്, നോക്കുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം കണ്ടത്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചു. ആ ഭാഗത്തേക്ക് കണ്ണോടിച്ചപ്പോൾ രാത്രിയാകുമ്പോൾ ഒരു ശക്തി അതിൽ കൂടി ഇങ്ങനെ സഞ്ചരിച്ച് പോകുന്നുണ്ട്, നടന്നു പോകുന്നുണ്ട്, അല്ലെങ്കിൽ അതിൽ ഇങ്ങനെ കയറി ആ വീട്ടിൻ്റെ ഉള്ളിൽ കൂടി പോകുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് പുച്ഛം വരും, ചിരി വരും. എനിക്കറിയാം ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന്, അല്ലേ? അതങ്ങനെ എനിക്ക് മനസ്സിലായിരുന്നു, ചിന്തിക്കണുണ്ടാവും ചില ആൾക്കാർ. ഓക്കെ, അതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ ഉള്ളതാണ് കേട്ടോ. ഇതൊക്കെ ഉള്ളതില്ലാന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, ഉള്ള സംഭവങ്ങളാണ്. ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ മാത്രമല്ല ഈ ഭൂമിയിൽ ജീവിക്കുന്നത്, ഒരുപാട് ശക്തികളുണ്ട് നമുക്ക് ചുറ്റും. നമുക്ക് കാണാൻ പറ്റാത്ത കുഴപ്പം മാത്രമേ ഉള്ളൂ. അതാണ് മനസ്സിലാക്കേണ്ട ഒരു സത്യം. അപ്പോൾ ഇതിന് ഇതുപോലെ തന്നെ അവരെന്ത് ചെയ്യും എന്നുള്ളൊരു ഇതായി. ഞാൻ പറഞ്ഞു വീട് മാറാൻ ശ്രമിക്കാൻ പറഞ്ഞു. കാരണം അപ്പോൾ അവർ പറഞ്ഞു വീട് മാറാൻ പറ്റില്ല, അത് വളരെ ബുദ്ധിമുട്ടിട്ടാണ് അവർക്ക് ആ വീട് കിട്ടിയത്. കാരണം ജോത്സ്യത്തിന് അടുത്തുള്ള വീടാണ്. പിന്നെ നമ്മളവിടെ ഒരു ചെറിയൊരു എനർജൈസിങ് ചെയ്തു, ഒരു പരീക്ഷ എന്നുള്ള നിലയ്ക്ക് ചെയ്തതാണ്. വിജയിക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ടാണ് ചെയ്യണത്. നിങ്ങൾ ആലോചിക്കണം, അവരങ്ങ് ഇംഗ്ലണ്ടിലേക്കും ഞാൻ ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ ചെറിയ എനർജൈസിങ് ചെയ്ത് കൊടുത്തു വീടിനകത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരാഴ്ച നോക്കാൻ പറഞ്ഞു. പക്ഷേ ഒരാഴ്ചയല്ല, അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ എനിക്ക് ഒരു 6 മാസമെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവും. ഇടയ്ക്ക് ഞാൻ ചോദിക്കാറുണ്ട്, എങ്ങനെയുണ്ട്, കുഴപ്പമില്ല സാറേ, രാത്രി സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ടെന്ന് അവരങ്ങനെ പറയണ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. നമ്മുടെ ദേവി അവർക്ക് വേണ്ടുന്നതായ ഒരു വഴി അവിടെ തെളിച്ച് കൊടുത്തു എന്നുള്ളതാണ്. ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാൻ ദേവിയോട് പ്രാർത്ഥിക്കുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ ദേവിയാണല്ലോ ഞാൻ ചെയ്യുന്നത്. നമ്മുടെ ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിളിച്ചാൽ വെളിപ്പുറത്തേക്കുന്ന ആളാണ്, അത് ഒരു സംശയവും വേണ്ട. അങ്ങനെയാണ്. കാരണം നമ്മൾ ഇവിടെ വരുന്ന ആളുകൾ, ക്ലയൻസ്, മഹാകാളി ഹീലിംഗ് ഉണ്ടായിരുന്ന ആളുകൾക്ക് കിട്ടുന്ന റിസൾട്ടുകളാണ് അതിൻ്റെ തെളിവുകൾ. റിസൾട്ടുകൾ ഞാനിവിടെ കൂടുതലൊന്നും അതിനെപ്പറ്റി പറയുന്നില്ല, കാരണം അത് ചെയ്തു പോയവർക്കറിയാം. പിന്നെ വേറൊരു കേസ് ഇതുപോലെ തന്നെ, വീടിൻ്റെ മുകളിൽ, അത് ഭാര്യയും ഭർത്താവ് മാത്രമേ ഉള്ളൂ വീട്ടിൽ, വീടിൻ്റെ മുകളിൽ ഇതുപോലെ തന്നെ ഈ ശബ്ദം, നമ്മുടെ കേരളത്തിലാണ് ഇങ്ങനെ ഉണ്ടാകുന്നതായിട്ട് ഞാൻ കണ്ടത്. അപ്പോൾ അവരെൻ്റെ അടുത്ത് ഹീലിംഗ് ആക്ച്വലി ചെയ്തിട്ടില്ല, മഹാകാളി ഹീലിംഗ് ചെയ്യാൻ വേണ്ടി വന്നിട്ടില്ല. പക്ഷേ അതിന് മുന്നായിട്ട് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമ്മളെന്തുകൊണ്ട് ചാൻറ്റുകൾ അവിടെ പ്ലേ ചെയ്യാൻ പറഞ്ഞു. ഞാൻ തന്നെ ചാൻറ്റ് ചെയ്ത ചാൻറ്റുകളാണ്, അതവിടെ പ്ലേ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇതുപോലെ തന്നെ അവർ ഡെയിലി അവിടെ പ്ലേ ചെയ്ത് വെക്കും. വൈകുന്നേരം ആകുമ്പോൾ പ്ലേ ചെയ്ത് കുറച്ച് സമയം പ്ലേ ചെയ്ത് വെക്കും. അങ്ങനെ പ്ലേ ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോഴും അവിടെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഈ ശബ്ദങ്ങൾ കുറഞ്ഞു. ഇപ്പം നാമമാത്രമായ ചെറിയ എന്തെങ്കിലും കല്ല് വീണോ ചെറിയ ശബ്ദങ്ങൾ മാത്രമേ ഉള്ളൂ. അവർക്ക് അവരുടെ ഒരു അവസ്ഥയിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അവർ കുറച്ചും കൂടി ഹാപ്പിനെസ് വന്നു, കുറച്ചും കൂടിയൊക്കെ അവർ ഉഷാറാകുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം അവർ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ സാറേ ഇങ്ങനെ മാറ്റം വന്നിട്ടുണ്ട്, സാറിൻ്റെ ചാനൽ ഇങ്ങനെ ഞങ്ങൾ പ്ലേ ചെയ്യാറുണ്ട് അതേപോലെ. അപ്പോൾ അത് ദേവിയുടെ ഒരു അനുഗ്രഹമാണ്, നമ്മളുടെ മഹാകാളി കൊടുത്തൊരു അനുഗ്രഹം. അതായത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക്, പാവപ്പെട്ട ആൾക്കാർക്കൊക്കെ ഇതേപോലെ നമ്മളടുത്ത് വന്ന് ഹീലിംഗ് ചെയ്യാതെയും നമ്മൾ റിസൾട്ട് കൊടുക്കാറുണ്ട്. അത് അവരിൽ ചിലപ്പോൾ തരാനായിട്ട് അവരിൽ പൈസ ഉണ്ടാവണമെന്നില്ല, പക്ഷേ പൈസ ഇല്ലാണ്ട് ഞാൻ ഹീലിംഗ് ചെയ്യാറില്ല.
ഹീലിംഗ് ഞാൻ ചെയ്യാറില്ല. കാരണം എനിക്ക് കർമ്മം കിട്ടുന്നതുകൊണ്ട് ഞാൻ എടുക്കാറില്ല. അത് ദേവി പ്രത്യേകം പറയുന്നതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യാത്തത്. ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ദേവി അതങ്ങനെ ദക്ഷിണ വാങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ദക്ഷിണ ഇല്ലാണ്ട് ആർക്കും ചെയ്ത് കൊടുക്കാറില്ല. പക്ഷേ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതേപോലത്തെ ചില കേസുകളിൽ ഒരു 4-5 ചെയ്തിട്ടുണ്ട്. അതിനകത്തൊക്കെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉള്ളതാണ്. ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സിമിലാരിറ്റീസ് തോന്നിയേക്കാം. നിങ്ങളുടെ കുടുംബത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ഇത് അപ്പുറത്തെ വീട്ടിലെ ആൾ കല്ലെറിയണതല്ല, അല്ലെങ്കിൽ ഇപ്പുറത്തെ ആൾ തട്ടാൻ വേണ്ടി വന്നതല്ല. ഇത് ശക്തികളാണ്, എനർജീസ് സഞ്ചരിക്കുന്ന ആളിൽ ചെയ്യുന്നതാണെന്നുള്ള സത്യം, റിയാലിറ്റിയാണ്. നിങ്ങളത് മനസ്സിലാക്കുക. മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടുന്നതായ കാര്യങ്ങളിലേക്ക് പോയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി സമാനത്തോടെ ജീവിക്കാനായിട്ട് സാധിക്കുമെന്ന് മാത്രമേ ഈ അവസരത്തിൽ ഞാൻ പറയുന്നുള്ളൂ. നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർക്ക് ഇടാം, ഒരു വിരോധമില്ല. എല്ലാവർക്കും നന്ദി വരട്ടെ. നമസ്കാരം.